കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാക്കളിൽ ഒരാളുമായിരുന്ന സാധാരണക്കാരനിൽ സാധാരണക്കാരനായി ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് തങ്ങളുടെ ആവശ്യങ്ങൾക്ക് മറുപടി തന്ന ഒരു കോൺഗ്രസ് നേതാവായിരുന്നു ഇദ്ദേഹം. പ്രശ്നപരിഹാരങ്ങൾക്ക് ഉടനടി തീർപ്പ് നൽകുക എന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു ശൈലി തന്നെയായിരുന്നു. 1970 മുതൽ 2023 വരെ നീണ്ട 53 വർഷം പുതുപ്പള്ളിയിൽ നിന്നും നിയമസഭാ അംഗമായി തുടർന്ന് കേരള സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ നിരവധി വികസനങ്ങളാണ് അദ്ദേഹം രംഗത്ത് കൊണ്ടുവന്നത്. കേരളത്തിൻ്റെ പൂർണ്ണമായ വളർച്ചയ്ക്കും വികാസത്തിനും അദ്ദേഹം മുഖ്യ പങ്ക് വഹിച്ചിരുന്നു. 1991 അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച ബഡ്ജറ്റ് കേരള വികസനത്തിൻ്റെ നാഴികക്കല്ലായി മാറുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു പരിപാടി തന്നെയായിരുന്നു ജനസമ്പർക്ക പരിപാടി. സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. പ്രതിപക്ഷം രൂക്ഷമായി എതിർത്തിരുന്നുവെങ്കിലും സമ്പർക്ക പരിപാടി അദ്ദേഹം വിജയകരമായി നടപ്പിലാക്കി. ജനകീയനായ അദ്ദേഹം സാധാരണക്കാരുടെ മനസ്സിൽ ഇടം നേടി. കൂടാതെ വ്യാജ സോളാർ കേസ് അഴിമതി ഉയർന്നു വരികയും ലൈംഗിക ആരോപണങ്ങൾ അടക്കം ഉയർന്നപ്പോഴും അദ്ദേഹം പതറാതെ നേരിട്ടു. അവസാനം അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം പുറംലോകമറിഞ്ഞു. കേരളക്കരയെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ടുള്ള വെളിപ്പെടുത്തൽ തന്നെയായിരുന്നു അത്. 2023 അദ്ദേഹം വിടവാങ്ങി.